ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ വിവോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7,900 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ Y18i എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. അപ്പം ഇതിൽ 6.56 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസർ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. അപ്പം 7,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വിവോയുടെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Lite എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെയിം ആയിട്ടുള്ള 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. 10,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പക്ഷേ ഞാൻ ഈ ഫോണിനേക്കാളും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് 12,200 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന വിവോ T3X 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇപ്പം ബഡ്ജറ്റ് കുറച്ചൊന്ന് കൂട്ടിയാൽ നമുക്ക് ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈൻ ലഭിക്കുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസർ വരുന്നുണ്ട്. പിന്നെ സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 12,200 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് വിവോയുടെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് ഉണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5,500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന പ്രൈസ് റേഞ്ചിൽ വിവോ V30 5G എന്ന ഫോണും വരുന്നുണ്ട്. അതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 50 മെഗാ പിക്സലുമായിട്ടാണ് വരുന്നത്. 5000 mAh ബാറ്ററി വരുന്നുള്ളൂ. അപ്പം 26,800 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 34,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഇത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5,500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 34,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പ്രോസസ്സറിനേക്കാളും ഇമ്പോർട്ടന്റ് ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് പകരം 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V29 Pro എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ 50+12+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം എക്സ്ട്രാ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ 4,600 mAh ബാറ്ററി വരുന്നുള്ളൂ. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിലും വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സറേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം മറ്റേ ഫോണിന്റെ അത്ര പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണല്ല ഇത്. അപ്പോൾ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 37,100 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V30 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്.
പിന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 37,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവോ T3 Ultra ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് എന്നുണ്ടെങ്കിലും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ വിവോ V40 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 47,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 47,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകൾ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിലും 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X200 ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. വിവോയുടെ മാത്രം കാര്യമല്ല, ഇപ്പം ബാക്കി ബ്രാൻഡുകളുടെ ഫോണുകൾ കൺസിഡർ ചെയ്താലും ഇത് നല്ലൊരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9400 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. മികച്ച പെർഫോമൻസും വരുന്നതായിരിക്കും. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5800 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X200 Pro എന്നുള്ള സ്മാർട്ട് ഫോണിന് വരുന്നുണ്ട്. ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലും MediaTek Dimensity 9400 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+200+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. അപ്പം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 30 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 90,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വിവോ X Fold 3 Pro എന്നുള്ള ഫോൾഡബിൾ ഫോൺ 1,60,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഉള്ളിൽ 8.03 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.53 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. രണ്ട് ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5700 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പം കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.